ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് ക്രോഷ്യ യൂസ് ചെയ്തിട്ട് ഈ മുല്ലപ്പൂ ഉണ്ടാക്കാം. കാണാൻ ഇത് നല്ല ഭംഗിയാണ്. നമുക്കിത് നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. മുല്ലപ്പൂവിനൊക്കെ ഇപ്പൊ നല്ല പൈസയാണല്ലോ. അതൊരു തവണ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തവണ റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ 2 യാൺസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വൈറ്റ് യാൺ ഒരു 50 ഗ്രാം ഉണ്ട്. ഈ ഗ്രീൻ യാൺ എത്ര ഗ്രാം ഉണ്ട് എന്ന് അറിയില്ല, വളരെ കുറച്ച് മതി കേട്ടോ. ഞാനൊരു 4mm ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. ഗ്രീൻ യാൺ ഗംഗയുടെ കോട്ടൺ ഡിലൈറ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ 4mm ഹുക്ക് എടുത്തത്. നിങ്ങൾ നിങ്ങളുടെ യാണിന് റെക്കമെൻഡ് ആയിട്ടുള്ള ഹുക്ക് എടുക്കുക കേട്ടോ. ആദ്യം തന്നെ നമ്മളൊരു സ്ലിപ്പ് നോട്ട് ചെയ്യുക. എന്നിട്ട് സ്ലിപ്പ് നോട്ടിന്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്റ്റിച്ചുകളൊന്നും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ബേസിക് സ്റ്റിച്ചിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഇങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. വർക്കിംഗ് യാണിന്റെ മുകളിലേക്ക് ഹുക്ക് യാൺ ഓവർ ചെയ്തിട്ട് ലൂപ്പിന്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ സ്പീഡ് കുറച്ചിടുക, എന്നിട്ട് ഫോളോ ചെയ്ത് നോക്കുക. അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാനിവിടെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണോ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ ചെയിൻ സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഫ്ലവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് യാൺ ഇതേപോലെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. യാൺ ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ ഒരു 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇടുന്ന ഒരു ചെയിനും കൂടെ പ്ലസ് ഒരു 3 ചെയിൻ സ്റ്റിച്ചും കൂടെ ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ 4 ചെയിൻ സ്റ്റിച്ച് നമുക്ക് ടോട്ടൽ ഈ ഫസ്റ്റ് സമയത്ത് കിട്ടും. ഇനി സെയിം പ്ലേസിലേക്ക് തന്നെ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ഈ ചെയിനിൽ തന്നെ 5 ഡബിൾ ക്രോഷ്യ വീതം നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൽ പോപ്കോൺ സ്റ്റിച്ച് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ഫോളോ ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത 3 ചെയിൻ സ്റ്റിച്ചിന്റെ 3ാമത്തെ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റേ ലൂപ്പിന്റെ ഉള്ളിലൂടെയും കൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് ഇതിനെ തമ്മിൽ ക്ലോസ് ചെയ്യുക. ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതേപോലെ കേട്ടോ ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് അതിനുശേഷം ഒരു 3 ചെയിൻ സ്റ്റിച്ചും കൂടെ ചെയ്യാം. അതിനുശേഷം സെയിം ചെയിനിലേക്ക് തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ. ദെൻ വീണ്ടും ഒരു 3 ചെയിൻ സ്റ്റിച്ച് ഇടുക. എന്നിട്ട് അടുത്ത ചെയിനിലേക്ക് വേണം നമ്മൾ ഈ 5 ഡബിൾ ക്രോഷ്യ നേരത്തെ ചെയ്തതുപോലെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ അടുത്ത ചെയിനിന്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്യാട്ടോ. അങ്ങനെ ടോട്ടൽ 5 ഡബിൾ ക്രോഷ്യ ഈ ഒരു ചെയിനിന്റെ ഉള്ളിൽ തന്നെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പോപ്കോൺ സ്റ്റിച്ച് ചെയ്യുക. ഇതന്നെ എല്ലാ ചെയിനിലും നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ഇതിലെ വൈറ്റ് യാൺ ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അക്രിലിക് യാൺ ആണ്. നിങ്ങൾക്ക് കോട്ടൺ യാൺ വേണമെങ്കിൽ യൂസ് ചെയ്യാട്ടോ. എല്ലാ ചെയിനിലും സെയിം സ്റ്റിച്ചസ് കണ്ടിന്യൂ ചെയ്യാട്ടോ. ഞാൻ അത് കണ്ടിന്യൂ ചെയ്തിട്ട് കാണിക്കാം. അപ്പൊ ഈ ഓണത്തിന് നമുക്ക് മുല്ലപ്പൂവായിട്ട് ക്രോഷ്യയുടെ മുല്ലപ്പൂ യൂസ് ചെയ്യാം. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. എല്ലാ ചെയിനിലും ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അതേപോലെ കിട്ടും കേട്ടോ. നമ്മളിത് സെക്യൂർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ വൈറ്റ് യാണും അതേപോലെ തന്നെ ഗ്രീൻ യാണും കൂടെ തമ്മിലൊന്ന് കൂട്ടിയിട്ട് ടൈ ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് ഫൈനൽ ലുക്ക് ഇങ്ങനെ കിട്ടും. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുല്ലപ്പൂവിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ തന്നെയാണിത്. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്.